മോത്തി എൻ രാമചന്ദ്രന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നു. അവസാന യാത്രയാണ്. നാടൊന്നാകെ ചേർത്ത് പിടിക്കുന്നു ആ കുടുംബത്തെ. ഭീകരർ നിരായുധരായ ഒരു മനുഷ്യന്റെ നേർക്ക് നിറയൊഴിച്ചത് നേരിൽ കാണേണ്ടി വന്ന ഒരു മകൾ, 2 പേരക്കുട്ടികൾ, ആ വിയോഗം അറിയാതെ തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടി വന്ന ഒരു ഭാര്യ, അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഒന്നാകെ ദുഃഖമാണ്. ആ ഒരു വേർപാടായിരുന്നു അത്. നാടൊന്നാകെ അവർക്കൊപ്പം ചേർന്ന് നിന്നു. മന്ത്രിമാർ, ജനപ്രതിനിധികളൊക്കെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടേക്കെത്തി. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ബഹുമതികൾ ഏറ്റുവാങ്ങി. ഇതാ ഇപ്പോൾ എൻ രാമചന്ദ്രന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. കുടുംബം അവർക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്, അവരുടെ ഭർത്താവിന്, മുത്തച്ഛന് യാത്രയയപ്പ് നൽകുകയാണ്. നമ്മൾ കണ്ടു 2 മക്കൾ അരവിന്ദും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. തൊട്ടരികിൽ അച്ഛൻ അന്ത്യചുംബനം നൽകുന്നത്. ആരതി നേരത്തെ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടതാണ്. തൻ്റെ കൺമുന്നിൽ വെച്ച് ഭീകരരുടെ വെടിയേറ്റ് അച്ഛൻ പിടഞ്ഞു വീണപ്പോഴും താൻ ഇതുപോലെ ചേർത്ത് പിടിച്ചിരുന്നു. കുട്ടി കരയുകയായിരുന്നു, അച്ഛനെ ചേർത്ത് കെട്ടിപ്പിടിച്ച്. അപ്പോഴാണ് തൻ്റെ മക്കൾ നിലവിളിക്കുന്നത് കേട്ടതും അവരുടെ രക്ഷയ്ക്കായി താൻ അവിടെ നിന്ന് ഓടുകയും ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു അന്ത്യചുംബനം കൂടി തൻ്റെ പ്രിയപ്പെട്ട അച്ഛനായിരുന്നു നൽകുകയാണ്. എത്രമാത്രം സങ്കടകരമായ ഒരു യാത്രയായിരുന്നു അതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവരത് അനുഭവിക്കുകയാണ്. ഭീകരവാദത്തിനെതിരെ ഒരു നിരായുധരായ മനുഷ്യരെ വെടിവെച്ച് കൊന്ന ആ ഭീകരവാദത്തിനെതിരെ ഈ നാടൊന്നാകെ ചേർന്ന് നിൽക്കുന്നു. 25ഓളം ആളുകൾ അങ്ങനെ മരണപ്പെട്ടപ്പോൾ നമുക്കരികിൽ തൊട്ടരികിൽ മലയാളിയായ എൻ രാമചന്ദ്രനും ജീവൻ നഷ്ടമായിരിക്കുന്നു. അത് വെറുമൊരു മരണമല്ല എന്നത് ഇവിടെ വന്ന ഓരോ മനുഷ്യരും എടുത്തു പറയുന്നുണ്ട്. ഭീകരവാദത്തിനെതിരെ തങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് തങ്ങൾ ആ കുടുംബത്തെ പിടിച്ചുകൊണ്ട് രാജ്യത്തിനൊപ്പം ചേർന്നുകൊണ്ടാണ് ഇവിടെ പരിചയമില്ലാത്തവരും ഈ കുടുംബത്തെ ഇതുവരെ കാണാത്തവരും അറിയാത്തവരുമായ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വീട്ടിലേക്കും ചങ്ങമ്പുഴയിലെ പൊതു ദർശന വേദിയിലേക്കുമൊക്കെ എത്തിക്കൊണ്ടേയിരുന്നത്. നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ്. ഒരു വ്യത്യാസവുമില്ലാതെ രാഷ്ട്രീയ പാർട്ടികളിലുള്ള മുഴുവൻ ആളുകളും, സംസ്ഥാന സർക്കാരിൻ്റെ, കോൺഗ്രസിൻ്റെ, BJPയുടെ, അങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ, മന്ത്രിമാർ, ഗവർണർമാർ, സാംസ്കാരിക നേതാക്കൾ, അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ, വൈദികർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഭീകരവാദത്തിനിരയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുമ്പോൾ, അതിലൊരു കുടുംബം ഒറ്റപ്പെടുമ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളായിരുന്നു രാവിലെ മുതൽ കണ്ടത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന് ചിത കൊളുത്തി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നു. ഇടപ്പള്ളിയിലെ ശ്മശാനത്തിൽ അവസാന യാത്രയയപ്പ് എൻ രാമചന്ദ്രൻ എന്ന മനുഷ്യന് സമൂഹം, നാട്, അദ്ദേഹത്തിൻ്റെ ഉറ്റവർ ചേർന്ന് നൽകുകയാണ്. നമ്മൾ നേരത്തെ മുതൽ കണ്ടതാണ്. ചങ്ങമ്പുഴ പാർക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം വന്ന് കയറിയ ദൃശ്യങ്ങൾ മറക്കാനാവില്ല. അമ്മയുടെ കൈ ചേർത്ത് പിടിച്ചാണ് മകൾ അവിടേക്ക് കയറി വന്നത്. തൊട്ടരികെ 2 പേരക്കുട്ടികൾ, മുത്തശ്ശൻ പിടഞ്ഞു മരിക്കുന്നത് നേരിൽ കണ്ട 2 കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. അവരെ ഒന്നാകെ ഈ സമൂഹം ചേർത്ത് പിടിക്കുകയായിരുന്നു. ആ വേദന എങ്ങനെയാണ് അവർ മറികടക്കുന്നത് എന്നതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓരോ ആളുകളും കണ്ണീരോടെ അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ വിയോഗത്തിലൊപ്പം നിന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായി. വീട്ടിൽ വെച്ചും സംസ്ഥാന സർക്കാരിൻ്റെ ആദരവുണ്ടായിരുന്നു. അതിനുശേഷം വിലാപയാത്രയായി ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലെത്തിയപ്പോൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്ഥാന സർക്കാർ എൻ രാമചന്ദ്രന് യാത്രയയപ്പ് നൽകിയത്. മന്ത്രിമാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അമ്മയും 2 മക്കളും കൈകോർത്ത് പിടിച്ച് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ മനുഷ്യന് യാത്രയയപ്പ് നൽകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്തായാലും രാജ്യമൊന്നാകെ പല സംസ്ഥാനങ്ങളിലായി 25 മനുഷ്യരുടെ ജീവൻ നഷ്ടമായ കശ്മീർ ഭീകരാക്രമണത്തിൽ അവർക്കൊപ്പം, അവരുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. പലർക്കും അച്ഛനും സഹോദരനെയും ഭർത്താവിനെയും മകനെയും ഒക്കെ നഷ്ടമായ ഒരു ആക്രമണമായിരുന്നു. ഇവിടെ ഒരു കുടുംബത്തിൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ രാമചന്ദ്രൻ എന്ന അച്ഛനെ, മുത്തശ്ശനെ, ഭർത്താവിനെയൊക്കെ ഒരു കുടുംബത്തിന് നഷ്ടമായ ഒരു നിമിഷമാണ്. അതിനെ ആ കുടുംബം കൈകോർത്തു പിടിച്ച് മറികടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്തായാലും നാട് ഒന്നിച്ചു നിന്ന്, ചേർന്ന് നിന്ന്, കൈകോർത്ത് പിടിച്ച കുടുംബത്തെ ചേർത്ത് പിടിച്ച് എൻ രാമചന്ദ്രന് യാത്രയയപ്പ് നൽകുകയാണ്. ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യരുടെയും മുഖങ്ങളിൽ അവരുടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ പറയാതെ പറയുന്നുണ്ട്. കാരണം ഇത് യാത്രയ്ക്കിടയിൽ സംഭവിച്ചൊരു അപകടമല്ല. ഭീകരവാദികളുടെ ആക്രമണത്തിൽ വെടിയേറ്റ് ഒരാൾ മരിക്കുകയാണ്. നിരായുധരായ മനുഷ്യർക്ക് നേരെ വെടിയുതിർത്ത ഒരു പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കൂടിയാണ്. ഇവിടേക്ക് പരിചയമില്ലാത്ത മനുഷ്യരൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആ ഒരു സന്ദേശം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി.
രാവിലെ 7 മണി മുതൽ പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചതാണ്. ചങ്ങമ്പുഴയിലെ പാർക്കിലേക്ക് ഹാളിലേക്ക് ചങ്ങമ്പുഴ പാർക്കിലെ ഹാളിലേക്ക് 10,000-കണക്കിന് ആളുകൾ വന്നു. രാവിലെ 7 മണി മുതൽ 10 മണി വരെ പൊതുദർശനം നീണ്ടു. പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു. ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനായി നിരവധി ആളുകളെത്തി. അതിനുശേഷം വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ ഇടപ്പള്ളിയിലെ നീരാഞ്ജനം എന്ന വീട്ടിലേക്ക് ചേതനയേറ്റ എൻ രാമചന്ദ്രന്റെ മൃതദേഹം എത്തിച്ചു. അതങ്ങേയറ്റം വേദനാജനകമായ കാഴ്ചകളായിരുന്നു. മക്കൾ ചേർന്ന മൃതദേഹം ഏറ്റുവാങ്ങുകയും അവർ വിങ്ങിപ്പൊട്ടി അതിനരികിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ അടക്കമുള്ളവർ ഇടപ്പള്ളിയിലും ഇപ്പോൾ ശ്മശാനത്തിലുമൊക്കെ എത്തുകയും ഉടനീളം ഈ വേദനയിൽ ഉടനീളം അവർക്കൊപ്പം ചേർന്ന് നിന്ന് തങ്ങളൊപ്പമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഈ കുടുംബത്തെ മലയാളികൾ ഒന്നടങ്കം ചേർത്ത് പിടിക്കുന്നു, ഇന്ത്യക്കാരൊന്നടങ്കം ചേർത്ത് പിടിക്കുന്നു. അപ്രതീക്ഷിതമായി നിരായുധരായ മനുഷ്യരുടെ ഇടയിലേക്ക് നിഷ്ഠൂരമായി പെരുമാറിയ ഈ തീവ്രവാദ ശ്രമം അതൊരു തരത്തിലും വച്ചുപൊറിപ്പിക്കാൻ കഴിയുന്നതല്ല. തീവ്രവാദത്തെ തുടച്ചു നീക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച പ്രതിജ്ഞയിലാണ് സർക്കാർ ഉള്ളത്, ഇന്ത്യ ഉള്ളത്. നമ്മൾ ഒന്നടങ്കമുള്ള മനുഷ്യരുടെ ആവശ്യമാണ്. തീവ്രവാദത്തെ വച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അപ്പുറം രാജ്യത്ത് സ്നേഹം പുലരണം എന്ന ചിന്തയിൽ എല്ലാ മനുഷ്യരും ഒന്നു ചേർന്ന് നിൽക്കുന്നതാണ്. അവരുടെ സങ്കടത്തിൽ ഒപ്പം ചേരുന്നതാണ്. സംസ്ഥാന സർക്കാരും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് എൻ രാമചന്ദ്രനെ യാത്രയാക്കിയത്. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു പ്രകാശും റിയ ബേബിയും ഒപ്പം ശ്യാം പ്രസാദ് ഉത്തമനുമാണ്.